നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഈ രഹസ്യം നമുക്ക് രണ്ടുപേർക്കും ഇടയിൽ മാത്രം. മനസ്സിലായോ? വിഷ്ണുവോ നിന്റെ അമ്മയോ കൂടപ്പിറപ്പുകളോ ആരായാലും ഈ വിവരം മൂന്നാമതൊരാൾ അറിഞ്ഞ ശ്യാമ ഈ വീട്ടിൽ തന്നെ കഴിയേണ്ടി വരും. ശരി, എല്ലാം പറഞ്ഞതുപോലെ തന്നെ കേട്ടോ? ശരി മോളെ. എന്താടി അവര് നിന്നോട് വാതിലടച്ച് സംസാരിച്ചത്? നല്ലതേ പറഞ്ഞുള്ളൂ. ആർക്ക് നല്ലത്? എല്ലാവർക്കും നല്ലത്. കുഞ്ഞിച്ചി സത്യം പറ. എന്നേക്കാൾ എനിക്ക് പ്രധാനം എന്റെ കൂടപ്പിറപ്പുകളുടെ ജീവിതം. മാത്രം മനസ്സിലാക്കിയാൽ മതി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യും? തൽക്കാലം വീട് കൂട്ടിയേക്ക്. നാളെ പകൽ ആരെങ്കിലും വിളിച്ചു നോക്കാം. ഞാനൊന്ന് നോക്കാമേ. നിനക്ക് ഒരു വണ്ടി കിട്ടുമെന്ന് നോക്കട്ടെ. അയ്യോ ഏട്ടാ വേണ്ട, ഏട്ടൻ പോവണ്ട. സാരമില്ല, ഞാൻ നോക്കാം. കൺമുമ്പിൽ ഒരു ആപത്ത് വരുമ്പോ മറ്റൊന്നും ചിന്തിക്കാൻ പാടില്ലല്ലോ. അങ്ങനെയല്ലേ അമ്മ? സാറ് വാ. ഞാനില്ല. വരാനാ പറഞ്ഞത്.
அந்த பாம்பு அந்த பெண்ணை ஒன்றும் பண்ணாது. ஆனா இந்த கொலகாரம் உள்ள போயா கண்டிப்பா அந்த பெண்ணை கொன்னிடும். ഈശ്വര, ഒന്നും വരുത്തല്ലേ. ജീവൻ സൂക്ഷിച്ച്. സാറാ, മോളെ കണ്ടോ? ആ, കണ്ടു. ജീവൻ പാമ്പിനെ കൊന്നു. കൊന്നിടിച്ച പാമ്പിനോട് കളിക്കരുത്. കൊല്ലണ്ടായിരുന്നു, സർപ്പമാണ്. അത് ശരി. ആളുകൾക്ക് ഉപദ്രവമായ കൊല്ലണ്ടേ? കൊല്ലുന്നത് ദോഷ, സർപ്പദോഷം നിസ്സാരല്ല. എന്റെ പൊന്നു ചേച്ചി, നിങ്ങളൊന്നും മിണ്ടാതിരിക്കാവോ? മോനെ, അങ്ങനെ പറയരുത്. ഇവര് പറഞ്ഞത് കാര്യമാ. ആരെങ്കിലും അതിനൊന്നെടുത്ത് മാറ്റുമോ? മോനെ, നിനക്ക് തനിച്ചു കിടക്കാൻ പേടിയുണ്ടോ? ഇല്ല. ഇനി എന്തിനാ പേടിക്കുന്നത്? ഇനി കുഴപ്പമൊന്നും ഉണ്ടാവില്ല. എന്താടാ? ഒന്നുമില്ല സാർ. എന്താവശ്യമുണ്ടെങ്കിലും വിളിക്കാൻ മടിക്കണ്ട. ഏട്ടനെ സമ്മതിക്കണം. ഏട്ടന് ഇത്രയ്ക്ക് ധൈര്യം ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ല. എനക്ക് മറ്റും തന്നെ തെരിയും. വേണ്ടപ്പെട്ടവർക്കൊരാപത്ത് വന്ന് എന്റെ മോൻ സ്വന്തം ജീവനെ കുറിച്ച് പോലും ചിന്തിക്കില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. എന്താണ്? ഏയ്, ഒന്നുമില്ല. ആ, അങ്ങനെ ഒന്നുമില്ലാതൊന്നുമല്ല. എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്. അതും സന്തോഷം തരുന്ന എന്തോ ഒന്ന്. സത്യം പറഞ്ഞാ അതെ, ചെറിയ വലിയൊരു സന്തോഷമുണ്ട് എനിക്ക്. അത് കേൾക്കുമ്പോ സച്ചേട്ടന് സന്തോഷാവും. എന്താ അത്? നമ്മുടെയും ഇവിടത്തെയും പ്രശ്നങ്ങൾ മുഴുവനും തീരാൻ പോവാ എന്ന് പറഞ്ഞ നാളെ സന്ദീപ് ഇവിടേക്ക് വരാൻ പോവാണെന്ന്. ശരിക്കും? അതെ, ശരിക്കും. ഇതെങ്ങനെ പറ്റി? സത്യം പറയണോ അതോ കള്ളം പറയണോ? താൻ സത്യം പറഞ്ഞാ മതി. എങ്കിൽ പറയാം. മാജിക്. മാജിക്കോ? അതെ, മാജിക്. എന്റെ അല്ല, ഈശ്വരന്റെ. താൻ എന്തൊക്കെയാ പറയുന്നേ? ഈശ്വരന്റെ മാജിക്കോ? ഒന്ന് തെളിച്ചു പറ. സന്ദീപ് നാളെ വരുമെന്ന് ആരാ തന്നോട് പറഞ്ഞത്? അവന്തിയെടുത്തി. അവന്തിയെടുത്തിയോ? ഞാൻ അവന്തിയെടുത്തിയോടെല്ലാം ഉള്ളതുപോലെ അങ്ങ് പറഞ്ഞു. ഞാൻ പറഞ്ഞതൊക്കെ ഏട്ടത്തിക്ക് അതേപടി മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പൊ തന്നെ അച്ഛനോട് ഏട്ടത്തി പോയി സംസാരിച്ച് എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാക്കി. ശരിക്കും? ഈശ്വര, പ്രാർത്ഥന കേട്ടു. അല്ല,
താൻ എന്തൊക്കെയാ ഏട്ടത്തിയോട് പറഞ്ഞത്? അത് അറിയാനേ ഒരു കൗതുകം, അതാ. ഞാൻ കൂടുതലായി ഒന്നും പറഞ്ഞിട്ടില്ല. അവന്റെ അടുത്തേക്ക് അറിയാത്ത ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു, സന്ദീപിന്റെയും ആതിരയുടെയും. ഞാനത് പറഞ്ഞപ്പോ തന്നെ അവന്റെ അടുത്തേക്ക് കാര്യം മനസ്സിലാവുകയും ചെയ്തു. താൻ പറഞ്ഞതുപോലാണെങ്കിൽ നാളെ എല്ലാ പ്രശ്നങ്ങളും തീരും. സന്ദീപും ആതിരയും ഇനി മുതൽ സന്തോഷത്തോടെ ഒന്നിച്ച് താമസിക്കുമ്പോ തന്റെ വീട്ടിലെയും ഇവിടുത്തെയും പിണക്കമൊക്കെ മാറും. അച്ഛന്റെ ദേഷ്യം മാറി പഴയതുപോലെ ആവുകയും ചെയ്യും. അതെ സച്ചേട്ടാ, എല്ലാം അങ്ങനെ നല്ല രീതിയിൽ അവസാനിക്കണം തന്നെയാ എന്റെയും പ്രാർത്ഥന. അച്ഛനും വലിയ ആഗ്രഹമായിരുന്നിരിക്കണം സന്ദീപിനെ തിരിച്ചു വിളിക്കാൻ. ഞാൻ നിമിത്തമായെങ്കിലും അച്ഛന്റെ തീരുമാനം തന്നെയാ പ്രധാനം. എല്ലാം നാളത്തോടെ അവസാനിക്കും, എനിക്ക് ഉറപ്പാത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. തല നോർത്ത്. മഹേട്ടാ, വാതിൽ തുറക്കാൻ പറ്റുന്നില്ല. നീ അങ്ങനെ ഇപ്പൊ പുറത്തു പോകണ്ട ഗംഗി. നീയും മഹിയേട്ടനും തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം തീരട്ടെ. അതിനുവേണ്ടി എന്റെ മോള് അവളെ കൊണ്ടാവുന്നതെല്ലാം ചെയ്യുന്നുണ്ട്. മാറ്. ശരിയാണല്ലോ. ഇതെന്താ പറ്റിയത്? പുറത്തുനിന്ന് വാതിൽ ആരെങ്കിലും പൂട്ടിയതാണോ? എന്റെ മാളുവിനെ സഹായിക്കാൻ ഞാൻ ഇത്രയെങ്കിലും ചെയ്യണ്ടേ? നീ മഹിയേട്ടനെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് മറ്റാരേക്കാളും നന്നായിട്ട് എനിക്കറിയാം. മഹിയേട്ടന്റെ അമ്മ ചെയ്ത ചതിയിൽപ്പെട്ടാണ് നിന്റെ മനസ്സ് കലങ്ങിപ്പോയത്. അത് മാറണം ഗംഗേ. നിന്റെ മനസ്സ് തെളിയണം. മഹിയേട്ടന്റെ സാമീപ്യത്തിൽ നിനക്ക് മാറ്റം വരും. മാറ്റം വരണം. എന്റെ മഹിയേട്ടൻ മറ്റൊരാളുടേതാവുന്നത് കാണാൻ എനിക്ക് സഹിക്കില്ല. എങ്കിലും ഗംഗയുടെ അരികിൽ എന്റെ മാളുവിന്റെയും മഹിയേട്ടന്റെയും ജീവിതം ഭദ്രമാണെന്ന് ഉറപ്പുള്ളതുകൊണ്ടാ ഞാൻ നിനക്ക് വേണ്ടി എല്ലാം ചെയ്യുന്നത്. സത്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ചതികളിൽ നിന്ന് കരകയറി
നിനക്ക് ലഭിച്ച ഈ നല്ല ജീവിതം ജീവിക്കുക ഗംഗേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മഹേട്ടൻ മുത്തശ്ശിയോട് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. അപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ അങ്ങനെ പറ്റിപ്പോയി. അത് നീ ഇപ്പോഴും മനസ്സിൽ വെച്ചോണ്ടിരിക്കുക. ഗംഗ അവൾ മഹേഷിന്റെ മുറിയിൽ ഈ സമയത്ത് എങ്ങനെ വന്നു? മഹേട്ടാ, ഗംഗേ, വാതിൽ തുറക്ക. ഗംഗേ, ഞാൻ സൗണ്ട് കേട്ടതാ. വാതിൽ തുറക്കാൻ നിങ്ങളല്ലേ പറഞ്ഞേ? വാതിൽ തുറക്ക ഗംഗേ. തുറക്ക്. ശ്ശേ, വാതിൽ തുറക്ക ഗംഗേ. ഗംഗേ, വാതിൽ തുറക്ക. ഗംഗേ, എന്താ ശ്രേയ? ഞാൻ ഈ റൂമിൽ ഗംഗയുടെ സൗണ്ട് കേട്ടു. അവളീ മുറിക്കകത്തുണ്ട്. നീ എന്തിനാ ഗംഗ ഇതിനകത്ത് കയറിയത്? എന്താ എന്താ ഇവിടെ ഒരു ബഹളം? മഹീൻ ഗംഗ ഒരു മുറിയില്. ശ്രേയ ഇത് കണ്ടുപിടിച്ചു. നിനക്ക് നാണമില്ലേ ശ്രേയെ? അവര് ഭാര്യയും ഭർത്താവും ഒരു മുറിയിലല്ലാതെ പിന്നെ എവിടെയാ കഴിയേണ്ടത്? ഛേ, നീ എന്തിനാ ഇതൊക്കെ ഒളിഞ്ഞു നോക്കാൻ നടക്കുന്നത്? ഛേ, എന്തൊരു നാണം കെട്ട കാര്യ. മഹേട്ടനും ഗംഗയെ ഒരുമിച്ചാണോ കുളിച്ചത്? അല്ല, നിങ്ങളുടെ പിണക്കമൊക്കെ മാറിയോ? വളരെ നല്ല കാര്യം. ഗംഗ പെട്ടെന്ന് വന്നിട്ട് പോയപ്പോ ഈ മുറി കുറ്റിയിട്ട്. അല്ല, എന്താ എല്ലാവരും വന്നത്? മഹേട്ടൻ എന്തിനാ ഇത്ര ചമ്മുന്നേ? അതിന് ഞാൻ ചമ്മിയില്ലല്ലോ. മോളെ, നീങ്ങി വന്നേ. നാത്തൂനെ, ഇവർക്കൊക്കെ എന്താ മഹിയേട്ടാ? എനിക്കറിയില്ല. അവർക്കേ ദേഷ്യ. ഗംഗയും മഹിയേട്ടനെ ഒന്നിക്കുന്നത് അവർക്ക് ഇഷ്ടമല്ല. അസൂയ, വെറും അസൂയ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഗോവിന്ദ്, എന്തേ കാണിക്കുന്ന? ഇനി ഞാൻ ഈ വീട്ടിൽ നിൽക്കാൻ പാടില്ല സഞ്ജു. അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ആരുമല്ലാത്ത ഒരാളാണ് ഞാൻ, തികച്ചും അന്യൻ. സഞ്ജുവും സ്വാതിയും ഒരു സൗഹൃദത്തിന്റെ പേരിൽ എന്നെ വിളിച്ചു. അത് കേട്ടിട്ട് ഇതുപോലൊരു വീട്ടിൽ വന്നത് എന്റെ തെറ്റാ. ഒരു സൗഹൃദ ബന്ധം മാത്രമാണോ ഞങ്ങൾക്ക് ഗോവിന്ദമായിട്ടുള്ളത്? ഞാൻ എത്ര ജന്മം എടുത്താലാ ഗോവിന്ദനോടും തിരുമേനിയോടുള്ള കടപ്പാട് തീർക്കാൻ കഴിയാ? ഒരു മാംസപിണ്ഡമായിട്ടാ അമ്മ എന്നെ ഗോവിന്ദന്റെ മനയിലോട്ട് എത്തിക്കുന്നത്. ഞങ്ങൾ നടത്തിയ ചികിത്സയ്ക്ക് പ്രതിഫലവും കൈപ്പറ്റിയിട്ടുണ്ട്.
അതുപോലെയല്ല സ്വാതി. ഞാനൊരു കുടുംബത്തിൽ വന്ന് താമസിക്കുന്നത് എന്നെ നിങ്ങൾ തടയാൻ നിൽക്കണ്ട. ഞാൻ ഈ രാത്രി തന്നെ പോവാ. ഇറങ്ങാൻ നേരം ഞാൻ വിളിക്കാം. കുറച്ച് പുസ്തകങ്ങൾ കൂടി പാക്ക് ചെയ്യാനുണ്ട്. നിങ്ങൾ ചെല്ല്. ഗോവിന്ദ് ഇവിടുന്ന് പോവില്ല. ഞാനത് പറയുന്നത്. ഗോവിന്ദ് കവിതാപ്പിച്ചയുടെ കയ്യിലെ കളിപ്പാവാവരുത്. അമ്മുവിന്റെ സ്വപ്നങ്ങൾ തകർത്തു കളയാൻ ആ സ്ത്രീ കളിക്കുന്ന കളിയാണിതെന്ന് ഗോവിന്ദൊന്ന് മനസ്സിലാക്ക്. അല്ലാതെ അവർക്ക് ഗോവിന്ദിനെ അപമാനിക്കണമെന്നുള്ള ഉദ്ദേശമൊന്നുമില്ല. ഗോവിന്ദ് ഇവിടെ താമസിക്കുന്നതല്ല പ്രശ്നമെന്ന് ദയവായി ഒന്ന് തിരിച്ചറിയ. അമ്മ പഠിക്കരുതെന്നും അവളെ രക്ഷപ്പെടരുതെന്നും മാത്രമേ ആ സ്ത്രീയുടെ മനസ്സിലുള്ളൂ. ഗോവിന്ദ് പോയാ അവരുദ്ദേശം നടക്കും. അതിന് ഗോവിന്ദനെ വെച്ചൊരു വൃത്തികെട്ട കളിയാ നടത്തിയത്. ഒന്നും അറിയാത്ത മുത്തശ്ശി അതിൽ വീണുപോയി. അതെ, അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. മുത്തശ്ശിക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവും. മുത്തശ്ശിനെ കൊണ്ട് മുത്തശ്ശിയോട് സംസാരിപ്പിക്കാം. അമ്മുവിന്റെ ഭാവി കളയരുത് പ്ലീസ്. ഗോവിന്ദ് ഈ തീരുമാനത്തിൽ നിന്ന് പിന്മാറണം. ഗോവിന്ദ് പോയാ പിന്നെ അമ്മുവിനെ കാണാൻ പോലും കഴിയാതെ വരും. അവൾക്കൊരു നല്ല ജീവിതം ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിന് അവൾ എവിടെയുണ്ടോ അവിടെ ഗോവിന്ദ് ഉണ്ടാവണം. മനസ്സിൽ വിഷവുമായി നടക്കുന്ന ഒരു സ്ത്രീയുടെ മുന്നിൽ ഗോവിന്ദ് തോറ്റു കൊടുക്കരുത്. നമുക്ക് നാളെ കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാം. നിങ്ങൾ ചെല്ല്. എനിക്കൊന്ന് ആലോചിക്കണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അല്ല, പറഞ്ഞ പോലെ നമ്മുടെ കഥാനായിക അമ്മു എവിടെ? അവളെ പറ്റി അച്ഛൻ ഓരോന്ന് പറയുമ്പോ കാണണമെന്ന് ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചു. അവൾ അകണ്ട ജ്യോതി എടുത്തത് പറയുമ്പോ അച്ഛന്റെ സ്വരം വിറയ്ക്കും. അല്ല, മോള് ക്ഷേത്രത്തിലേക്ക് പോയിരിക്കുക. വരണ്ട സമയമായിട്ടുണ്ട്. ആളെത്തിയല്ലോ. വാ. എന്താ അറച്ചു നിൽക്കുന്നത്? വാ മോളെ. ഇതാരാണെന്ന് മനസ്സിലായോ? ഗോവിന്ദിന്റെ അച്ഛനും അമ്മയോ? അമ്മയും അച്ഛനും നാട്ടിൽ വരുന്നുണ്ടെന്ന് പറയുന്നതല്ലാതെ ഇന്നലെ വന്ന വിവരം ദാ ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. നീ തന്നെയാ മോളെ എന്റെ മരുമകൾ. വരൂ. ലച്ചു വാസുദേവന്റെ മകളല്ലേ? എന്റെ അച്ഛനറിയോ? അറിയോന്നോ?
പെരുവണ്ണാപുരത്ത് നിന്ന് പ്രീ ഡിഗ്രി കഴിഞ്ഞ് സിറ്റിയിലെ കോളേജിൽ പഠിക്കാൻ ആദ്യമായി പോയത് ഞാനും വാസുദേവനുമാ. വാസുദേവൻ പ്രീ ഡിഗ്രിയോട് പഠിപ്പൊക്കെ നിർത്തി കൃഷിയിലേക്ക് ഇറങ്ങി. ഞാനാണെങ്കിൽ പഠിപ്പ് തുടർന്നു. വല്ലപ്പോഴും മനയിൽ വരാനുള്ള സമയമേ എനിക്ക് കിട്ടിയിരുന്നുള്ളൂ. ചിലപ്പോഴൊക്കെ വാസുദേവനെ കാണാറുണ്ടായിരുന്നു. പിന്നെ ഞാൻ UK പോയില്ലേ, അതോടെ നാടുമായിട്ടുള്ള ബന്ധമൊക്കെ അങ്ങ് തീർന്നു. ഇന്നലെ രാത്രി അച്ഛൻ പറഞ്ഞിട്ടാ ലച്ചു തച്ചിലെടുത്ത കുട്ടിയാണെന്ന് ഞാൻ അറിയുന്നത്. അച്ഛൻ അതിനെപ്പറ്റിയൊന്നും വലിയ അറിവില്ലായിരുന്നു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അപ്പോ അതുപോലെ ഗായത്രി ദേവിയും വിരലടയാളം പതിപ്പിച്ചിട്ടുണ്ടാവുമല്ലോ. അതല്ലെങ്കിൽ ഏതെങ്കിലും ഡോക്യുമെന്റില് ഗായത്രി ദേവിയുടെ വിരലടയാളം ഉണ്ടായിരിക്കും. അല്ല, ഈ വിരലടയാളം ഉപയോഗിച്ച് വിശാൽ എങ്ങനെയാ മാജിക് ബോക്സിന്റെ ഉള്ളിലെ മെമ്മറി കാർഡ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്? അതറിയണം. എങ്കിൽ മാത്രമേ അടുത്തതെന്തെങ്കിലും ചെയ്യാനാവൂ. ചേച്ചി, എന്താ പ്രതാപ? ചേച്ചി, അവിടെ അവര് ഗായത്രി ദേവിയുടെ വിരലടയാളം തിരയുക. ഒരു ഭാഗത്ത് വിശാലും പാർവതി, മറുഭാഗത്ത് ഗാർഗിയും തിരയുന്നു. ഞാൻ ഐസായിട്ട് കാര്യം എന്താണെന്ന് ചോദിച്ചിട്ട് അവരൊന്നും പറയുന്നില്ല. അവരത് കണ്ടുപിടിക്കുക ചേച്ചി. കണ്ടുപിടിച്ച പണിയാവൂല്ലോ. ആലോചിച്ചിട്ട് എനിക്ക് ടെൻഷൻ ആവുക. എടാ, എനിക്കതിൽ ഒരു ടെൻഷനോ പേടിയോ ഒന്നുമില്ല. അവരത് കണ്ടുപിടിച്ചോട്ടെ. വിശാലോ പാർവതിയോ ഗാർഗിയോ ആര് വേണമെങ്കിലും കണ്ടുപിടിച്ചോട്ടെ. ഞാൻ അവരെ കീനായിട്ട് വാച്ച് ചെയ്യുന്നുണ്ട്. അവർക്ക് വിരലടയാളം കിട്ടിയാൽ അതെങ്ങനെ നശിപ്പിക്കണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ ഈയിടെയായിട്ട് രാത്രി എനിക്ക് വല്ലാത്തൊരു പേടി അനുഭവപ്പെടുന്നുണ്ട്. അങ്ങനെ ചില അസ്വസ്ഥതകള് ഇരിക്കുന്നുണ്ട്. ആന്ന് കാര്യമാക്കണ്ട. എടാ പ്രതാപ, നമ്മൾ എത്ര കാലം ഇങ്ങനെ ഭയന്ന് ജീവിക്കൂടാ? ചേച്ചി, ഇത് ഗായത്രി ദേവിയുടെ വീടല്ലേ? അതിന് അല്ല, നമ്മൾ ഇവിടെ നിൽക്കുന്നുണ്ട്. നമുക്കിപ്പോ പേടി. നമ്മൾ ഇവിടെ കഴിയുമ്പോ നമുക്ക് ഗായത്രി ദേവിയെ കുറിച്ചും അവരെ കൊന്നതിനെ കുറിച്ചൊക്കെ ഓർമ്മ വരും. ചേച്ചി, ചേച്ചി ഇപ്പൊ എന്തിനാ എന്നെ തല്ലിയേ? എടാ, പരിസരം നോക്കാതെ ഓരോന്ന് വിളിച്ചു പറഞ്ഞാ ദേ അങ്ങനെ ചെയ്താ നമുക്കുള്ള കുഴി നമ്മൾ തന്നെ കുത്തുന്നത് പോലെ ഇരിക്കും. സോറി, ഞാൻ ശ്രദ്ധിച്ചില്ല ചേച്ചി. പ്രതാപ, ബി കെയർഫുൾ. ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് ഇരുചെവി അറിയാതെ ശ്രദ്ധിക്കണം നീ. നമ്മുടെ സംസാരം പുറത്താരും അറിയരുത്. ആരും അത് കേൾക്കരുത്. ഞാനെല്ലാം കേട്ടു. എടാ പറട്ട് തത്തേ, കൊല്ലാനിങ്ങ വാ, ഞാൻ നിന്ന് തരാം. പ്രതാപ, പന പോലെ വളർന്നില്ലേ, എന്നിട്ടും ചേച്ചിയുടെ കയ്യിൽ നിന്ന് അടി വാങ്ങാൻ നാണമില്ലേ? അതിനു വേണ്ടി എന്ത് തെറ്റാ നീ ചെയ്തത്? എന്തായാലും വല്ലാത്ത കഷ്ടമായി പോയി. അടിയുടെ ശബ്ദം കേട്ട് എന്റെ ചെകിട് പൊളിഞ്ഞുപോയി. ശരി ശരി, നിങ്ങളുടെ രഹസ്യ സംഭാഷണം നടക്കട്ടെ. പ്രതാപ, നമ്മൾ പറഞ്ഞത് മുഴുവൻ അവൻ കേട്ട് കാണുമോ? ഏയ്, മുഴുവൻ കേൾക്കാൻ സാധ്യതയില്ല. കേട്ടാലേ വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ അവനതെല്ലാം പോയി പാർവതിയോട് വിളമ്പും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി.
രൂപ പോലും മോഹിച്ചിട്ടല്ല ഗായത്രി അത് ചെയ്തത്. പിന്നീട് എപ്പോഴെങ്കിലും ഇവരുടെ കയ്യിൽ നിന്നും തിരികെ വാങ്ങിക്കൊള്ളാമെന്ന ധാരണയൊന്നും ഗായത്രിക്ക് ഇല്ലായിരുന്നു. ഗായത്രി ഇവർക്ക് കൊടുത്ത വസ്തു അത് ഇവർക്കുള്ളത് തന്നെയാണ്. അതാണ് ഗായത്രി ഇവർക്ക് കൊടുത്തിരിക്കുന്ന വാക്ക്. ആ വാക്ക് തെറ്റിക്കാൻ പാടില്ല. അത് തെറ്റിച്ചാൽ അത് ഗായത്രിയുടെ ആത്മാവിന് വിഷമമാവും. അതുകൊണ്ട് പാർവതി പറഞ്ഞു തന്നെയാണ് ശരി. വസ്തുക്കൾ ഇവരുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് കൊടുക്കാം. അമ്മ ഇവർക്ക് കൊടുത്ത വാക്ക് പാലിക്കേണ്ടത് നമ്മുടെ കടമയാണ്. എത്രയും പെട്ടെന്ന് രജിസ്ട്രേഷൻ നടക്കണം. എങ്കിൽ മാത്രമേ അമ്മ ഇപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ടെന്ന് നമ്മള് പറയുന്നതിൽ അർത്ഥമുണ്ട്. നമ്മളെ പോലെ തന്നെ ദൈവമേ ഇപ്പോഴും ഇവിടെ ഉണ്ടെന്ന് ഇവരും വിശ്വസിക്കുവാ. ആ വിശ്വാസം നമ്മളായിട്ട് നശിപ്പിക്കരുത്. ശരിയാ, അമ്മയെ ഇപ്പോഴും ദൈവത്തെ പോലെയാ ഇവരൊക്കെ കരുതുന്നത്. അങ്ങനെ ഇവർ കരുതുന്നുണ്ടെങ്കിൽ അതിന് കാരണം അമ്മയുടെ നല്ല മനസ്സാ. വാക്ക് പറഞ്ഞാൽ അതൊരിക്കലും തെറ്റിക്കാത്ത ആളായിരുന്നു അമ്മ. ആ അമ്മ ഇവർക്ക് കൊടുത്ത വാക്ക് നമ്മളായിട്ട് തെറ്റിക്കാൻ പാടില്ല. പാർവതി പറഞ്ഞതുപോലെ ആ വസ്തുക്കൾ നമുക്ക് ഇവർക്ക് രജിസ്റ്റർ ചെയ്ത് കൊടുക്കാം. അതല്ലേ അമ്മേ വേണ്ടത്? നിന്റെ അഭിപ്രായം അതാണെങ്കിൽ ഞാൻ ഇനി എന്ത് പറയാനാ? നിന്റെ നന്മയ്ക്ക് വേണ്ടിയാ ആ വസ്തുക്കളൊക്കെ കൈവിടണ്ടെന്ന് ഞാൻ പറഞ്ഞത്. സാരമില്ല, ഇനി നിങ്ങളുടെ ഇഷ്ടം പോലെയൊക്കെ നടക്കട്ടെ. പ്രതാപ, നിങ്ങൾക്ക് സന്തോഷായില്ലേ? സന്തോഷം അതെങ്ങനെ പറയണോന്നറിയില്ല. ഗായത്രി അമ്മ ഉണ്ടായിരുന്നെങ്കിൽ അത് തന്നെയായിരിക്കും അമ്മയുടെയും തീരുമാനം. ഇത് നമ്മുടെ ഗായത്രി അമ്മ തന്നെയാണ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മതി മതി, ഒന്ന് മാറി നിന്നേ. ഞാൻ ഈ സാരി ഒന്ന് ശരിയാക്കട്ടെ. പിന്നെ മതി. അത് പറ്റില്ല, ബിസിനസ് ആവശ്യത്തിന് പോകാനുള്ളതല്ലേ. അത് പോകാം, എന്നാലും കുറച്ച് സമയം ഇങ്ങനെ നിൽക്കട്ടെ. ഈ സാറിന്റെ ഒരു കാര്യം. എന്നാ ഞാൻ ശ്യാമയുടെ സാരി നേരെയാക്കി തരാം. ഓ, എനിക്കതറിയാം. അതറിയാം, പക്ഷേ ഇന്ന് ഞാൻ ശരിയാക്കി തരാം. അത് വേണ്ട. വേണം വേണ്ട വേണം വേണമെന്നും തിരിഞ്ഞേക്ക്.
അന്നത്തെ ശ്യാമയുടെ എല്ലാ ടെൻഷനും അറിയല്ലോ അല്ലേ? എന്നാലും ജോത്സ്യരെ കൊണ്ട് ഇങ്ങനെ നുണ പറയിച്ച ആരാന്നാ എനിക്ക് മനസ്സിലാവാത്ത. അതിനെനിക്ക് ശത്രുക്കൾ കുറവൊന്നും അല്ലല്ലോ. ഇത് തന്റെ മാത്രം ശത്രുവല്ല, എന്റെയും കൂടി ശത്രുവാ. രണ്ടായാലും നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നു. അപ്പോ ശ്യാമ മ്യൂസിക് ഷോയിലും വിന്നറായി, ആ ആഗ്രഹം സാധിച്ചു. ഇനി ബാക്കി കിടക്കുന്നത് മറ്റൊരാഗ്രഹ. എന്താ അത്? ഇനിയുള്ള ശ്യാമയുടെ ആഗ്രഹം അത് പറയും. ഒരു കമ്പനി അഖിൽ സാറിന്റെ പേരിൽ തുടങ്ങണം. പിന്നെ പാടാൻ അവസരങ്ങൾ വരുമ്പോൾ പാടണം. അല്ലാതെ വേറെ ആഗ്രഹങ്ങളൊന്നുമില്ലേ? അല്ലാതെ പിന്നെ എന്നാലേ എനിക്കൊരു ആഗ്രഹമുണ്ട്. പറയാ കേക്കട്ടെ. നമുക്ക് രണ്ടാൾക്കും ഓമനിക്കാൻ ഒരാൾ വേണം, ഒരു കുഞ്ഞ്. എന്താ പറഞ്ഞ ശരിയല്ലേ? ആ ആഗ്രഹം എനിക്കുണ്ട്. ആ അപ്പോ നാണം കൊണ്ട് പറയാത്താണല്ലേ? അങ്ങനെ ആയാ അഖിൽ സാറിന്റെ ആയുസിന് ദോഷം വരുമെന്ന് പറഞ്ഞപ്പോ ഞാൻ പേടിച്ചു പോയി. ഇപ്പൊ ആ പേടിയൊക്കെ മാറിയില്ലേ? മാറി. അപ്പോ ഇനി പ്രശ്നമില്ല. ഒന്ന് പോയി. നമുക്കേ ബിസിനസ് കാര്യത്തിന് പോവാനായിട്ടുള്ളതാ. നമുക്കേ കുറച്ച് കഴിഞ്ഞു പോവാം. സാറിന്റെ ഒരു കാര്യം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ശ്രീകുട്ടി മോളെ, മോളെ അതെ, മോള് ഞങ്ങളെല്ലാം പേടിപ്പിച്ചു കളഞ്ഞു. എന്നെ കാണാതായപ്പോ മുത്തശ്ശി വിഷമിച്ചോ? പിന്നെ വിഷമിക്കാതെ. മുത്തശ്ശി കരഞ്ഞോ? കരഞ്ഞു. അപ്പൊ മുത്തശ്ശിക്ക് എന്നോട് അത്രയ്ക്ക് സ്നേഹമുണ്ടല്ലേ? മോളെ മുത്തശ്ശിക്ക് വലിയ ഇഷ്ട. മോളെ പിടിച്ചോണ്ട് പോയവര് മോളെ ഒരുപാട് ഉപദ്രവിച്ചോ? ആ, എന്നെ ഭിക്ഷ എടുക്കാൻ കൊണ്ടു നടന്നു. പിന്നെ എന്റെ കാലടിച്ചോടിക്കാനും കണ്ണിന് സിഗരറ്റ് വെച്ച് കുത്തിപ്പൊട്ടിക്കാനും നോക്കി. എന്റെ ഈശ്വര, എന്തൊക്കെയാ ഞാനീ കേക്കുന്നേ? അവര് ഭക്ഷണം തരില്ല, തല്ലേം കൊല്ലേം ഒക്കെ ചെയ്യും. ഇതൊന്നും ഞാൻ അരുണങ്ങളോട് പറഞ്ഞിട്ടില്ല. ഇതൊക്കെ കേട്ടാ അരുണങ്ങളിനും അമ്മയ്ക്കും വലിയ വിഷമാവും. അമ്മയ്ക്കോ? അമ്മയുണ്ടായിരുന്നെങ്കിൽ അമ്മയ്ക്കും വിഷമായനെ. അത് ശരിയാ. ഓ, അശ്വതിയുമായിട്ട് അരുണും കുഞ്ഞിനും കോണ്ടാക്ട് ഉണ്ട്. ഇനിയോ അവരെന്നെ വന്ന് പിടിക്കോ മുത്തശ്ശി? ഇല്ല, മോളെ പിടിച്ചോണ്ട് പോകാൻ ആരും വരില്ല. അവരെല്ലാം പോലീസ് കസ്റ്റഡിയിലല്ലേ. പോലീസ് ആ മുരുകനെയും വെള്ളച്ചാമിയും എല്ലാം ചോദ്യം ചെയ്യാന്നാ മോളെ രക്ഷിച്ച എസ്ഐങ്ങള് പറയുന്നേ. ഇനി ഇതിന്റെ പിന്നില് ആളുണ്ടത്രേ. പോലീസല്ലേ, അവരെ എന്ത് ചെയ്തിട്ടായാലും സത്യം പറയിപ്പിക്കും. മോളെ പിടിച്ചു കൊടുക്കാൻ കൂട്ടുനിന്നവരാരായാലും അവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യും. അത് ഉറപ്പല്ലേ? അല്ലെങ്കിൽ തന്നെ മുത്തശ്ശിനി മോളെ ആർക്കും വിട്ടുകൊടുക്കില്ലല്ലോ.
ഗുഡ് മോർണിംഗ് സാർ. അവിടെ ഇരിക്കും മുത്തശ്ശി, ഇനിയും കുറെ വിശേഷങ്ങൾ പറയാനുണ്ട്. പിന്നെ ആവട്ടെ, എനിക്ക് വേറൊരു അത്യാവശ്യ കാര്യമുണ്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നീ കെട്ടിയ ചരടിൽ ചലിക്കുന്ന പാവയല്ല ഈ മീനാക്ഷി. അതോ നീയും കൂടി ചേർന്നാണോ നിന്റെ വളർത്തു മകനോട് ഈ ചതി ചെയ്തത്? അത് ചെയ്യാനും ഇവള് മടിക്കില്ലേ? എനിക്ക് സംശയമുണ്ട് ഇതിന്റെ പിന്നിൽ ഇവളും ഉണ്ടോന്ന്. എന്ത് ചെയ്യും കൈമളേട്ടാ? എനിക്കറിയില്ല രാജലക്ഷ്മി. അപമാനം, വല്ലാത്ത നാണക്കേട്. വിഷമിക്കുന്നുണ്ടോ? വിഷമിക്കണം. ഇവളെ ഇങ്ങ് തന്നേക്കാൻ മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞതാ. അപ്പതേ ഇവളുടെ വാക്കായിരുന്നു നിങ്ങൾക്ക് പ്രധാനം. സഹതാപ തരംഗത്താൽ ഇവളെ രാജലക്ഷ്മി അമ്മ ദത്തെടുക്കുന്നു. നന്ദിനി എന്നോടുള്ള പക വീട്ടാൻ മീനാക്ഷി ദത്തെടുക്കുന്നു. ദത്ത് കുടുംബം. എന്നിട്ടിപ്പോ എന്തായി? തകർത്തില്ലേ ദത്തുപുത്രികൾ? ഈ ചെമ്പകമംഗലം, ഈ ചെക്കന്റെ ജീവിതമാകെ തകർന്നു പോയില്ലേ? ഇനി എത്ര തേച്ചാലും കുളിച്ചാലും മാറോ ഇവന്റെ മേൽ വന്നു പതിച്ച ഈ അപമാനം? ഇവൻ ഇനി എന്ത് ചെയ്യും? എങ്ങനെ ഈ കുട്ടിയെ വളർത്തും? അമ്മയില്ലാത്തൊരു കുഞ്ഞായി ഇതിന് വളരേണ്ടി വരില്ലേ? ഇതിനൊക്കെ കാരണക്കാരിയായി ഒരുത്തി ഇവിടെ നിൽക്കുക. ഇവക്ക് മാപ്പ് കൊടുത്ത് വിട്ടയക്കാൻ ഈ സാവിത്രി അനുവദിക്കില്ല. നിങ്ങൾ ആരും ഒന്നും ചെയ്തില്ലെങ്കിൽ ഇവളെ ഞാൻ കൈകാര്യം ചെയ്യും. ഇവളുടെ മനസ്സിൽ പല ഉദ്ദേശങ്ങളും ഉണ്ടായിരുന്നു. അതായിരിക്കും ഇവള് മൈഥിലിയെ ഓതി ഓതി ആ വൈശാഖന്റെ കൂടെ പറഞ്ഞയച്ചത്. ഇവന്റെ ഉറക്കത്തിൽ പോലും ഇവനെ വഞ്ചിച്ചവളാ മൈഥിലി. ആ മൈഥിലിക്ക് അതിനുള്ള ധൈര്യം പകർന്നത് ഇവളാ. ഇവൾ ഒറ്റ ഒരുത്തി. അച്ഛനും അമ്മ എന്താ മിണ്ടാ നിൽക്കുന്നത്? എടുക്ക് ഇവളുടെ കാര്യത്തിലൊരു തീരുമാനം. ഇവളുടെ കാര്യത്തിൽ ഇനിയൊരു തീരുമാനം എടുക്കുന്നത് അവരാരുമല്ല, ഞാൻ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മോനെ ആരുത്. ആരും എന്നെ തടയാൻ ശ്രമിക്കരുത്. ഞാൻ അനുസരിക്കില്ല. എന്റെ കുഞ്ഞിന്റെയും ജീവിതം നശിപ്പിച്ചവളാ ഇവള്. എന്റെ കുടുംബം തകർത്ത മഹാപാപി. അതിനുള്ള ശിക്ഷ ഇവൾ അനുഭവിച്ചേ പറ്റൂ. ഇനി അങ്ങോട്ടുള്ള ഇവളുടെ ജീവിതം ഞാൻ കൊടുക്കുന്ന ശിക്ഷയാണ്.
ജീവപര്യന്തം തടവ്. ഇവളെ ഞാൻ വെറുതെ വിടില്ല. ഇവൾക്ക് ആത്മഹത്യ ചെയ്യാനുള്ള അവസരം പോലും ഞാൻ കൊടുക്കില്ല. എന്റെ നീതി നിയമവും ഞാൻ ഒറ്റയ്ക്ക് നടപ്പാക്കും. എന്റെ അന്തസ്സും അഭിമാനവും തകർത്ത് എന്റെ മുഖത്ത് കരിവാരിത്തേച്ച ഇവള് ഞാൻ ഒരുക്കുന്ന തടവറയിൽ കിടന്ന് ശിക്ഷ അനുഭവിച്ചേ മതിയാവും. അതിന് ഒരു എക്സ്ക്യൂസും ഇല്ല. മോനെ അരുത്, മോനെ മോനെ വേണ്ട, മോനെ വേണ്ട, പറയുന്ന കേക്ക്. മോനെ കാർത്തി, കാർത്തി മോനെ, നീ എന്തൊക്കെയാണ് കാണിക്കുന്നത്? ആരുടെ വാക്ക് ഞാനിപ്പോ കേൾക്കില്ല. മുഹൂർത്തമൊക്കെ കഴിഞ്ഞുപോയി. ഇപ്പൊ രാഹുകാല. ഞാൻ ഇവളുടെ കഴുത്തിൽ താലി കെട്ടുന്നത് ഇവള് എന്റെ ഭാര്യയാക്കാനൊന്നും അല്ല, എന്റെ അടിമയാക്കാനാണ്. മാത്രമല്ല, ഇവളാ എന്റെ കുഞ്ഞിന്റെ അമ്മയെ നഷ്ടപ്പെടുത്തിയത്. പകരം ഇവളെന്റെ കുഞ്ഞിന്റെ അമ്മയാവട്ടെ. കാർത്തി, അയ്യോ വേണ്ട. കാർത്തിക്, ഇറങ്ങി വാടി ഇങ്ങോട്ട്. വരാൻ. ഇങ്ങത്താ എന്റെ കുഞ്ഞിനെ മോനെ തരാൻ. പിടിക്കടി കുഞ്ഞിനെ, പിടിക്കാൻ. ഇന്നു മുതൽ ഈ കുഞ്ഞിന്റെ അമ്മ നീ ആയിരിക്കും. നീ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.